ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കിവിടെ തന്നിട്ടുള്ളത് 2 വർഷങ്ങളിലെ ബാലൻസ് ഷീറ്റാണ്, 2023ലെയും 2024ലെയും. ഓക്കെ, ഡീറ്റെയിൽസ് നോക്കുമ്പോൾ എന്താണ്, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ഉണ്ട്. അതിൽ ടോട്ടൽ ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ 2023ൽ 1110 ആണ്, 2024ൽ 1065 ആണ്. ഓക്കെ, പിന്നെ അസറ്റ് സൈഡിൽ നോക്കുമ്പോൾ നോൺ കറന്റ് അസറ്റ്സ് ഉണ്ട്, കറന്റ് അസറ്റ്സ് ഉണ്ട്. അതിന്റെ ടോട്ടൽ 1110 ദെൻ 1065. നമുക്ക് ഇത്രയും ഡാറ്റയിൽ നിന്ന് 2 വർഷത്തെ ബാലൻസ് ഷീറ്റിൽ നിന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റാണ്. കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31/12/2023 ആൻഡ് 2024. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഇൻ ലാക്സ് ഓഫ് റുപ്പീസിലാണ്, എമൗണ്ട് ഇൻ ലാക്സിലാണ്. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് വരയ്ക്കുമ്പോൾ ഒരു ഐറ്റംസ് എഴുതാനുള്ള ഒരു കോളം, ദെൻ 2023ലെ എമൗണ്ട് കോളം, 2024ലെ എമൗണ്ട് കോളം, ദെൻ എമൗണ്ട് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ 2024ൽ. 2023 അപേക്ഷിച്ച് 24 കൂടുകയാണോ കുറയുകയാണോ ചെയ്തത് എന്നറിയാനുള്ളൊരു എഴുതാനുള്ളൊരു കോളം. ദെൻ പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ്, എത്ര പെർസെൻറ്റേജ് ആണ് ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ്. ഓക്കെ, ഇനി ഒരു ഐറ്റംസ് ആയിട്ട് നോക്കാം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റിയിൽ 10% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആണ്. 2023ൽ 100 ആണ്, 24ലും 100 തന്നെയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. നമുക്ക് അവിടെ ചേഞ്ച് ഇല്ല, അപ്പോൾ നമുക്ക് എമൗണ്ട് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇല്ല. നെക്സ്റ്റ് ഐറ്റം വരുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണ്. 23ൽ അത് 300 ആണ്, 24 ആകുമ്പോഴേക്കും 330 ആയി. ഇത് നമുക്ക് എമൗണ്ട് ഓഫ് ഇൻക്രീസ് വരുന്നത് +30 ആണ്. 30 എമൗണ്ട് എന്നുള്ളത് കൂടുകയാണ് ചെയ്തിട്ടുള്ളത്, 30 lakhs കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് എങ്ങനെയാണ് കാണുന്നത്? ഇവിടെ 30, അതായത് എമൗണ്ട് ഓഫ് ഇൻക്രീസ് ഡിവൈഡഡ് ബൈ ഏതാണ് ആദ്യത്തെ വർഷം 300. ഓക്കെ, ഇതിൽ നിന്നാണ് നമുക്ക് കൂടിയിട്ടുള്ളതെന്നല്ലേ കാണേണ്ടത്. 300 ഇൻറ്റു 100 അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് +10 എന്നുള്ളത് കിട്ടുന്നു. ഓക്കെ, ഇനി അടുത്ത ഐറ്റം റിസർവ്സ് ആൻഡ് സർപ്ലസ്. റിസർവ്സ് ആൻഡ് സർപ്ലസ് 23ൽ 150 ആണ്, നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ അത് 175 ആയി. ഇനി എമൗണ്ട് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്ന് പറയുമ്പോൾ +25. പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് എന്ന് പറയുന്നത് 25 ഡിവൈഡഡ് ബൈ 150 ഇൻറ്റു 100. ആൻസർ 16.67 എന്ന് നമുക്ക് കിട്ടുന്നു. ഓക്കെ, ഇനി ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, അത് നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യണമെന്നില്ല. ലാസ്റ്റ് ഈ ഇക്വിറ്റിയും നോൺ കറന്റ് ലയബിലിറ്റിയും കറന്റ് ലയബിലിറ്റീസും കൂടി ആഡ് ചെയ്തിട്ട് എഴുതിയാലും മതി. ഇങ്ങനെ സെപ്പറേറ്റ് ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആഡ് ചെയ്യണം എന്നില്ല. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്ന പോലെ തന്നെ ഇങ്ങനെ ഒന്നിച്ച് ടോട്ടൽ ചെയ്ത് എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, നോൺ കറന്റ് ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ തന്നിട്ടുള്ളത് 8% ഡിബെഞ്ചേഴ്സ് ആണ്. അത് നോക്കുക, 23ൽ അത് 200 ആണ്, 24ൽ അത് 150 ആണ്. സോ ദർ ഈസ് എ ഡിക്രീസ്. ഓക്കെ, ഡിക്രീസ്. അപ്പോൾ നമ്മൾ ഡിക്രീസ് എഴുതുമ്പോൾ -50 എന്ന് എഴുതണം. ഇനി പെർസെൻറ്റേജ് ഓഫ് ഡിക്രീസ് എത്രയാണ്? 50 ഡിവൈഡഡ് ബൈ 200 ഇൻറ്റു 100. ഓക്കെ, നമുക്ക് -25 എന്നുള്ളത് കിട്ടും. ഇനി അടുത്ത ഐറ്റം കറന്റ് ലയബിലിറ്റീസ്. 180 ഉള്ളത് 198 ആവുന്നു. അപ്പോൾ ഇൻക്രീസ് 18, പെർസെൻറ്റേജ് 10% ഇൻക്രീസ്. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് 2 ചേഞ്ച് ഇല്ല. ടാക്സ് പേയബിൾ 60/48 ഒന്നാണ്, ഒരു ഡിക്രീസ് ആണ്. അപ്പം -12. പെർസെൻറ്റേജ് എങ്ങനെ വരുന്നു? -12 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 48, അപ്പോൾ -20 കിട്ടുന്നു. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 118 ഉള്ളത് 60 ആവുന്നു, ഒന്ന് ഡിക്രീസ് ആണ്, -56. ഓക്കെ, അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ഓഫ് ഡിക്രീസ് എത്ര വരുന്നത്? -47.46. ഓക്കെ, നമുക്കിനി
ടോട്ടൽ ചെയ്യാം. ഇവിടെ ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഈ കറണ്ട് ലയബിലിറ്റീസ് മാത്രം ടോട്ടൽ ചെയ്തിട്ടൊരു പെർസെൻറ്റേജ് ഇൻക്രീസ് ഓർ ഡിക്രീസ് തന്നിട്ടുണ്ട്. അത് ചെയ്യാം. പിന്നീട് എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുന്നതാണ്. ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ് എല്ലാം കൂടി ടോട്ടൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 560 ആണ് കിട്ടുന്നത്. 460 24 കിട്ടുന്നു. ഡിക്രീസ് എന്ന് പറയുന്നത് -100 ആണ്. പെർസെൻറ്റേജ് ഓഫ് ഡിക്രീസ് എന്ന് പറയുന്നത് -17.86 ആണ്. ഓക്കെ. നെക്സ്റ്റ് ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ടോട്ടലിൻ്റെ 1100ഉം പിന്നെ ഏതാണ് 1065 ആണ്. അപ്പം നമുക്കവിടെ ഒരു ഡിക്രീസ് ആണ് വരുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് ഡിക്രീസ് എന്ന് പറയുമ്പോൾ -4 ആണ്. ഇനി ഇതുപോലെ തന്നെ അസറ്റ്സ് ചെയ്യണം. ഓക്കെ. നോൺ കറണ്ട് അസറ്റ്സ് ഉണ്ട്, കറണ്ട് അസറ്റ്സ് ഉണ്ട്, ക്യാഷ്. അപ്പോൾ നോൺ കറണ്ട് അസറ്റ്സിൽ എന്താണ് പ്രിമിസസ് ആണ് തന്നിട്ടുള്ളത്. പ്രിമിസസ് ലെസ് ഡിപ്രീസിയേഷൻ 300 ഉള്ളത് 285 ആയി. എന്താണ് ഡിക്രീസ് ആണ് -15. പെർസെൻറ്റേജ് ഓഫ് ഡിക്രീസ് എന്ന് പറയുമ്പോൾ -5. നമ്മൾ ലയബിലിറ്റീസ് ചെയ്ത പോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത്, അസറ്റ്സും ചെയ്യുന്നത്. പ്ലാന്റ് ആൻഡ് മെഷീനറി 200 ഉള്ളതുണ്ടായി 250 ആയി +50. പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് എന്ന് പറയുമ്പോൾ +25. നെക്സ്റ്റ് ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ്. ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് 75 ഉള്ളത് 60 ആയി. ദറ്റ് ഈസ് എ ഡിക്രീസ് -15. പെർസെൻറ്റേജ് ഓഫ് ഡിക്രീസ് എന്ന് പറയുമ്പോൾ -15 ഡിവൈഡഡ് ബൈ 75 ഇൻറ്റു 100. ഓക്കെ. നമ്മൾ നോൺ കറണ്ട് അസറ്റ്സിൻ്റെ ടോട്ടൽ ചെയ്യുന്നു, അതിൻ്റെ പെർസെൻറ്റേജ് ഡിക്രീസും കാണുന്നു. പിന്നെ അടുത്ത ഐറ്റം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ദെൻ കറണ്ട് അസറ്റ്സ്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ്. ഈ 3 ഐറ്റം നമ്മൾ ഇതുവരെ ചെയ്ത പോലെ തന്നെ ചെയ്യുന്നു. ഡിക്രീസ് നോക്കുന്നു, പിന്നെ പെർസെൻറ്റേജ് കാണുന്നു. ഇനി ടോട്ടൽ അസറ്റ്സിൻ്റെത് എത്രയാണ് വരുന്നത്? സെയിം ആയിട്ട് തന്നെ വരുന്നു. ഓക്കെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇവിടെ നോക്കുക. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഹാസ് ബീൻ ഇൻക്രീസ്ഡ് ബൈ ₹30 lakh. നമുക്ക് ഇവിടെ നമ്മൾ പറഞ്ഞ എമൗണ്ട് തന്നെ എത്ര ഇൻക്രീസ് ചെയ്തു, ഓരോ ഐറ്റം കമ്പയർ ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റംസിൻ്റെ ഒരു ഇൻ്റർപ്രിറ്റേഷനാണ് എഴുതേണ്ടത്. ഷെയർ ക്യാപിറ്റൽ എന്താണ് നമ്മൾ 30 lakhs ഇൻക്രീസ് ചെയ്തു. എത്ര ശതമാനം? 10% ഇൻക്രീസ് ആയി. അതുപോലെ അടുത്തായിട്ട് നോക്കുക ഡിബെഞ്ചേഴ്സ്. 8% ഡിബെഞ്ചേഴ്സ് എന്തായി? ഡിക്രീസ് ആവുകയാണ് ചെയ്തത്. എത്ര പെർസെൻറ്റേജ്? 25% ഡിക്രീസ് ആവുകയാണ് ചെയ്തത്. ഓക്കെ. അതുപോലെ ടോട്ടൽ കറണ്ട് അസറ്റിൻ്റെയും ടോട്ടൽ കറണ്ട് ലയബിലിറ്റിയും നോക്കുമ്പോൾ എങ്ങനെയാണ്? കറണ്ട് അസറ്റ്സിൻ്റെത് ഡിക്രീസ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. കറണ്ട് ലയബിലിറ്റീസ് എന്താണ് ചെയ്യുന്നത്? ഡിക്രീസ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. കറണ്ട് അസറ്റ്സ് ഇൻക്രീസ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഓരോ ഐറ്റംസ് ആയിട്ടും നമുക്കത് നോക്കാം. ഓക്കെ. അത് ഇവിടെ ടോട്ടൽ കൺക്ലൂഷനിൽ വരുന്നത് എന്താ വെച്ചാൽ നോൺ അസറ്റ്സ് ഒക്കെ ആഡ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ടോട്ടൽ അസറ്റ്സ് റെഡ്യൂസ് ആവുകയാണ് ചെയ്തത്. അതായത് ലയബിലിറ്റീസ് കൂടുകയും അസറ്റ്സ് കുറവാവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പുവർ അസറ്റ് മാനേജ്മെൻ്റ് ആണ് എന്നാണ് പറയുന്നത്. 2023യെക്കാട്ടിലും അസറ്റ്സ് കുറവും ലയബിലിറ്റീസ് കൂടുതലുമാവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദിസ് റിഫ്ലക്ട്സ് എ പുവർ അസറ്റ് മാനേജ്മെൻറ്റ്. ഇങ്ങനെയാണ് ഇൻ്റർപ്രിറ്റേഷൻ എഴുതേണ്ടത്. ഓക്കെ. താങ്ക് യു.